ിലേക്ക് എത്തുകയും ഒരു പുനർചിന്ത ജനങ്ങൾ അടിയാനായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ഈ ഒരു കവിത വന്നതോടെ, വാഴക്കുല എന്നുള്ള കവിത വന്നു, കറക്റ്റ് മീനിങ് ചങ്ങമ്പുഴ അറിഞ്ഞോണ്ടറിയാതെ ജനങ്ങളിലേക്ക് എത്തിച്ച ഒരു മെസ്സേജ് ആയിരുന്നു വാഴക്കുല. അത് എഴുതി നമ്മുടെ പ്രശസ്തമായ ചങ്ങമ്പുഴയാണ്. അതുകൊണ്ട് തന്നെ ഈ ചങ്ങമ്പുഴ എന്ന് പറഞ്ഞ ആള് കവി ഏറ്റവും നമ്മുടെ ചരിത്രത്തിൽ തന്നെ ഇടം നേടിയ ഒരു കവിയാണ്. ഈ ഒരു വാഴക്കുല ഒരു കവിതയാണ്, ഈ ചരിത്രത്തിൽ ഇടം നേടിയ കവിതയാണ്. അവർ നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതണം, എക്സാമിന് നമുക്ക് മാർക്ക് മാക്സിമം സ്കോർ ചെയ്തേ പറ്റൂ. നെക്സ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ വരുന്ന പാരഗ്രാഫിലാണ് നിങ്ങൾ അതിൻ്റെ കണ്ടന്റ് എഴുതേണ്ടത്, കവിതയുടെ കണ്ടന്റ്. ഇനി നമ്മൾ കവിതയുടെ കണ്ടന്റിലേക്ക് വരുന്നു. സുപ്രഭാതത്തിന്റെ ഫസ്റ്റിൽ പറയുന്ന എന്താ പദ്യം സുപ്രഭാതത്തിന്റെ ആസ്വാദനക്കുറിപ്പാട്ടോ. മീൻസ് മൊത്തത്തിൽ ആസ്വാദനക്കുറിപ്പാണ്. അതിൽ എങ്ങനെ ഉള്ളെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് കവിതയുടെ എഴുതാൻ പറ്റണം. പിന്നെ സുപ്രഭാതത്തിൽ, പിന്നെ നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ വെക്കൂല, അപ്പോൾ നിങ്ങൾക്ക് എന്തും മിസ്സിനോട് ചോദിച്ചാൽ മിസ്സ് പറഞ്ഞുതരും. ഓക്കെ, പിന്നെ നോട്ട്സൊക്കെ നമ്മൾ തരും, അപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, സുപ്രഭാതത്തിലെ ഇതൊന്നും ശ്രദ്ധിക്കുക കേട്ടോ. സുപ്രഭാതത്തിലെ സുസ്മിതത്തിൽ പനിനീർ പൂക്കൾ വിരിഞ്ഞിടുമ്പോൾ ആനന്ദ സ്വപ്നങ്ങൾ പുൽകുമെന്നെ ആരോമൽ പൈതൽ വിളിച്ചുണർത്തി. അപ്പോൾ കവിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ്, ഒരു ഓണക്കാലമാണ്. പൂക്കളം എന്ന് പറയുന്നത് നമ്മൾ ഓണക്കാലത്ത് ഇടുന്ന പൂക്കൾ കൊണ്ടിടുന്ന ഒരു കളം അല്ലേ, മിസ് പൂക്കൾ നിറഞ്ഞ ഒരു പൂത്തറയിൽ നിറയെ പൂക്കൾ എന്നാണ് പൂക്കളം. ആ പിഞ്ചു ചുണ്ടിൽ ഓമൽ സ്വപ്നങ്ങൾ അക്ഷിക്കും ഉത്സവമായിരുന്നു, മഞ്ജുള പുഷ്പങ്ങൾ ഉല്ലസിക്കും മഞ്ജുഷയൊന്നുണ്ട് ഈ കൈത്തളിൽ, നിന്നെ പുൽകിയ കാവ്യലക്ഷ്മി എന്നെന്നും മിന്നിതിൽ മിന്നിയെങ്കിൽ വാരൊളി മെൺകതിർ മാല ചിനി വാനിൽ ഹൃദയം തെളിഞ്ഞു മിന്നി നീരണി ചോലകൾ പാട്ടുപാടി. അപ്പോൾ പ്രകൃതിയിൽ ഉണ്ടാകുന്ന വാൻ ആകാശത്തിലെ ആകാശ നക്ഷത്രങ്ങൾ പുഞ്ചിരി തൂങ്ങുന്നു, പുഴകൾ ഒഴുകുന്നു, പൂക്കൾ ചിരിക്കുന്നു, അങ്ങനെ മൊത്തത്തിൽ പ്രകൃതിയുടെ ഒരു സന്തോഷമാണ് കവി ഈ ഒരു കവിതയിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ പച്ചപ്പുൽ പട്ട് അലങ്കരിച്ച് കൊച്ചാറ്റു വക്ര ഉല്ലസിച്ച് മഞ്ഞു മൂന്നോറും മന്ദസ്മിതം അശ്രുക്കളെ മന്ദസ്മിതത്തോടുകൂടി പുഴയുടെ അരികിലിരിക്കുന്ന പൂക്കളൊക്കെ ഇങ്ങനെ ആടിക്കളിക്കുന്നു, കാറ്റിലാടുന്നു. വെള്ളാമ്പൽ വീണ്ടും വയൽ ഒരു വയലുകൾ ഉണ്ടാകുന്ന ഒരു വെള്ളാമ്പൽ കണ്ടിട്ടുണ്ട് നിങ്ങൾ, നല്ല ഭംഗിയാണ് കാണാൻ. അതൊക്കെ ഇങ്ങനെ സന്തോഷത്തിൽ ആടുന്നു. പിന്നെ കറ്റകൾ എങ്ങും മെതിച്ചു തീർന്നു, ചിറ്റാട പൂത്തു മണം പരന്നു. കറ്റകൾ, അതായത് വയലിൽ കറ്റ മെതിപ്പ് കഴിഞ്ഞാൽ നല്ല രസമാണ് വയലിൽ കാണാൻ. നല്ല ഇപ്പോഴത്തെ ജനറേഷൻ അറിയുമെന്ന് അറിയില്ല അല്ലേ, വയലിൽ നല്ല ഭംഗിയാണ്, നല്ല കാറ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾ കളിക്കാൻ വരും. ഈ നെല്ലൊക്കെ കൊണ്ടുപോയതാണല്ലോ, അപ്പോൾ കുറച്ച് കാര്യം വേണ്ടി തൊഴിഞ്ഞെടുക്കുക, അതൊക്കെ തിന്നാൻ തത്തകൾ വരും, മൈനകൾ, കുഞ്ഞു കുഞ്ഞു കുരുവികൾ വരും. ഈ പാടത്ത് നല്ലൊരു ഈ സന്ധ്യാസമയത്ത് നല്ല വെയിലൊന്നും ഉണ്ടാവില്ല, കളിക്കാനും നടക്കാനും നമുക്ക് കാറ്റ് കൊള്ളാനൊക്കെ പറ്റിയ സമയമാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പറയുന്നത്. അത്തമാണ് ആ തീരത്തിൽ അത്തത്തിൽ ചിങ്ങാലയം വിട്ടുപോകണം. അതായത് അത്തം 1 മുതൽ അത്തം 10 വരെയാണ് ഓണപ്പൂക്കളം ഇടുന്നത്. അത് നിങ്ങൾ ഇതിൽ എഴുതണം കേട്ടോ. നമ്മുടെ പാടത്തിന്റെ പേര് പൂക്കളം. അപ്പോൾ അത്തം 1 മുതൽ അത്തം 10 വരെ നമ്മൾ പൂക്കളം. പിന്നെ 10 നാളേവർക്കും ചിത്തതാരിൽ മുത്തണി ഇങ്ങനെ ഓണം എത്തി. അപ്പോൾ 10 നാൾ കഴിഞ്ഞാൽ എല്ലാവരുടെ മനസ്സിലേക്ക് ഓണത്തി അത്തം 10-നാണ് ഓണം വരുന്നത്. അപ്പോൾ 10 ദിവസമുള്ള ആ പൂക്കളത്തിന്റെ മനോഹാരിതയും പിന്നെ വയലേലകളിലെ എന്തുപൂവാണ്, ആമ്പൽപ്പൂക്കൾ, വെള്ളാമ്പൽ പൂ തന്നെ എഴുതണം കേട്ടോ. വെള്ളാമ്പൽ പൂവിൻ്റെ ആ ഒരു സന്തോഷവും ഒക്കെ എഴുതുക. നെക്സ്റ്റ് പിന്നെ മുത്തണിയിക്കുന്ന ഓണം എത്തി, മുക്കുറ്റി മന്ദാരം ചെങ്കുറിഞ്ഞ് മറ്റു പലതരം പുഷ്പജാലം എന്ന് പറഞ്ഞാൽ കൂട്ടം, എന്താ പറയുക, മുക്കുറ്റി മന്ദാരം. അപ്പോൾ ഈ പൂക്കളൊക്കെ നിങ്ങൾ ഓർമ്മ വെക്കുക. പൂക്കളം എന്ന് എഴുതുമ്പോൾ എന്തായാലും ഒരു 3-4 പൂക്കൾ കൂട്ടി കൊടുക്കണം, എഴുതണം. അപ്പം നിങ്ങൾ മന്ദാരം ഇതിലുള്ള തന്നെ കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യും. ഏതൊക്കെയാണ് ഇതിലുള്ളത്? പിന്നെ മുക്കുറ്റി മന്ദാരം ചെങ്കുറിഞ്ഞി വെള്ളാമ്പൽ. ഓക്കെ, ഇതൊക്കെ സ്ഥിരം പൂക്കളത്തിലിടുന്നതാണ്. പിന്നെ വാങ്ങുന്ന തമിഴ്നാട്ടിലെ പൂക്കളല്ല കേട്ടോ നമ്മൾ പറയുന്നത്, നാട്ടിലുള്ള നമ്മൾ മുക്കുറ്റി തുളസി ഇതൊക്കെ നമ്മളെ നാട്ടിൻപുറത്തും നമ്മുടെ മുറ്റത്തൊക്കെയുള്ള പൂക്കൾ പറിക്കുന്നതാണ് നമ്മുടെ കവി ഇതിലൂടെ പറയുന്നത്. മുക്കുറ്റി മന്ദാരം ചെങ്കുറി മറ്റു തരം മുറ്റത്തു നിർമ്മിച്ച പൂക്കളത്തിൽ കറ്റക്കിടാവിട്ടു കൈകൾ കൂപ്പി അല്ലേ, ചെറിയ കുഞ്ഞുമക്കളൊക്കെയാണ് ഇടുക പൂക്കൾ. അപ്പം എന്നിട്ട് കൈകൾ കൂപ്പി മാവേലി കൂവി തുടങ്ങുകയാണ്. ഈ ബാലൻ വെൽക്കൻ ഈ ബാല്യമേ യൗവനത്തിൽ കൈകൾ കാണും. അപ്പോൾ യൗവനത്തിലെ ഈ പൂക്കളം എന്ന് പറയുന്ന ഇതിൽ ഒരു മനുഷ്യരിലേക്ക് ഇതിൽ പറയുകയാണെങ്കിൽ യൗവനത്തിലെ സൗന്ദര്യം, പൂക്കളത്തിൻ്റെ സൗന്ദര്യം പോലെ തന്നെയാണ് യൗവനത്തിൻ്റെ സൗന്ദര്യവും. പിന്നെ അവസാനം മാവേലി വന്നെത്താൻ ആമോദം എന്ന് പറഞ്ഞാൽ ആമോദത്തോടെ ഉല്ലസിച്ചിടും കാലം മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം. നിങ്ങൾ കേട്ടിട്ടുണ്ട് ആ വരികൾ. അപ്പം മാവേലി എവിടെ വരുന്നു, ആ വരി ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് 3 വരി എഴുതാട്ടോ. നിങ്ങളെ ഇതിൽ എന്താക്കുക, നിങ്ങളെ ഭാവനയിൽ വെച്ചിട്ട് എഴുതാം. മാവേലി നാടുവാണിയിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം.
പിന്നെ കള്ളവും ചതിയും ഒന്നുമില്ല, അത് 4 വരി എഴുതിയിട്ട് ഇൻവെർട്ടർ കോമയുടെ താഴെ കൊടുക്കുക. ഇവിടെ ചങ്ങമ്പുഴ പറയുന്ന ഈ വരികളിൽ മാവേലിയുടെ കാലഘട്ടത്തിൽ ആളുകൾ കള്ളവും ചതിയൊന്നുമില്ലാതെ സത്യസന്ധമായ കാലഘട്ടമായിരുന്നു. അന്നുള്ള ആമോദം, ആ ആമോദം തന്നെ ഇവിടെ പറയുന്നത് കേട്ടോ. ആമോദം, സന്തോഷം, ആ ആമോദമാണ് ചങ്ങമ്പുഴ ഈ ഒരു പൂക്കളം എന്ന കവിതയിലൂടെ പരാമർശിക്കുന്നത്. ആമോദം എന്ന വാക്കിൻ്റെ അർത്ഥം സന്തോഷമാണ്. അപ്പം അത്തം 10ാമത്തെ ദിവസം ഓണമാണെന്ന് മാവേലിയുടെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുടെ ആമോദത്തിലേക്കാണ് മനുഷ്യർ എത്തുന്നത്. അങ്ങനെയൊക്കെ പറഞ്ഞ് എഴുതണം കേട്ടോ. മാവേലി വന്നെത്തും ഓണം നാളെ ഭൂവിൽ, എന്താണ് ഭൂവിൽ നീനാൽ ജയിക്കച്ചാലേ, മാവേലി വന്നെത്തും ഓണം നാളെ ഭൂവിൽ നീ ജയിക്കച്ചാലേ, മാവേലി വെൽക്ക നീ ബാല്യമയ്യൂർ. അപ്പോൾ മുറ്റത്ത് നിർമ്മിച്ച പൂക്കളത്തിൽ നിറയെ പൂക്കളിട്ട് നമ്മൾ അത്തം 10-ന് ആര് വരും, മാവേലി ഓണത്തിന് വരും എന്ന് നമ്മൾ കാത്തിരിക്കുന്ന ആ ഒരു സുന്ദര സുരഭിരമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മയാണ് എന്തിലൂടെ പറയുന്നത്, പൂക്കളം എന്ന കവിതയിലൂടെ ചങ്ങമ്പുഴ പറയുന്നത്. ഓക്കെ, അപ്പം അത് കഴിഞ്ഞു കേട്ടോ. അപ്പം ചങ്ങമ്പുഴയുടെ കവിത ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം രമണൻ മറന്നു പോയത് വാഴക്കുല, നമ്മുടെ ചരിത്ര പ്രധാനമായ കൃതിയാണ് വാഴക്കുല. ഇനി വാഴക്കുലയെ പറ്റി വേണമെങ്കിൽ 2-3 പാരഗ്രാഫ് എക്സ്ട്രാ എഴുതിക്കോ. 1.5 പുറം എഴുതിയാലേ നമുക്ക് എന്ത് കിട്ടുള്ളൂ, 12 മാർക്ക് എസ്സേ കിട്ടുള്ളൂ. അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ എന്തും വേണം, 1 വേർഡും ഷോർട്ട് ക്വസ്റ്റ്യനും ഒക്കെ അതിൽ ഇൻക്ലൂഡഡ് ആണ്. അതിൻ്റെ എക്സ്ട്രാ വന്നാൽ നിങ്ങൾ കവിത നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ മിസ്സേ അതിൻ്റെ ഉള്ളിലുള്ള എന്ത് പറഞ്ഞുതരും, ഷോർട്ട് നോട്ട്സ് ഒക്കെ പറഞ്ഞുതരും. അപ്പം മൊത്തത്തിലൊരു ആസ്വാദനം കിട്ടിയാൽ തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ വന്നൊക്കെ നമുക്ക് മനസ്സിലായി ഏതൊക്കെ തരം പൂക്കളാണ് എന്നൊക്കെ 2 വരിച്ചപ്പോൾ മന്ദാരം, എന്താണ് എന്തൊക്കെ പൂക്കൾ നമ്മൾ പറഞ്ഞ മന്ദാരം, മുക്കുറ്റി, ചെങ്കുറിഞ്ഞി, വെള്ളാമ്പൽ, ചെമ്പരത്തി, ഇതൊക്കെ നമ്മൾ നാട്ടുപുറത്തുള്ള പൂക്കളാണ്. നെക്സ്റ്റ് ഇനി നമ്മൾ പറയാനുള്ളത് എനിക്ക് മരണമില്ല എന്ന് പറയുന്ന വയലാറിൻ്റെ ഒരു കവിതയാണ് അടുത്തതായി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വയലാറിൻ്റെ എനിക്ക് മരണമില്ല. ഓക്കെ, നിമിഷം ഒന്ന് വായിച്ചുതരാം കേട്ടോ. എനിക്ക് മരണമില്ല. അതായത് എനിക്ക് മരണം എഴുതിയത് വയലാർ രാമവർമ്മ എന്ന് പറയും കേട്ടോ. വയലാറിൻ്റെ ആ കവിത ഒന്ന് ആദ്യം നമുക്കൊന്ന് വായിക്കാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞുതരാം, ആസ്വാദനക്കുറിപ്പ് പറയാം, അത് എഴുതിയ മറ്റ് കൃതികളെ പറ്റി നമുക്ക് നോക്കാം, കുറേ കാര്യങ്ങൾ. ഓക്കെ, കുതിരപ്പുറത്ത് ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതറി തുള്ളി തുള്ളി ചാട്ടവാറിളകി നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ, കുളമ്പടികൾ പതിയുമ്പോൾ അണ്ടകടാഹങ്ങൾ കുതിരപ്പുറത്തു നിന്ന് നീലാകാശ മണ്ഡലത്തിലെ, ഇത് മറ്റേ പൂക്കളത്തിലെ പോലെ അത്ര സിമ്പിളായ വരികളാണെന്നാലും കുഴപ്പമൊന്നുമില്ല, ശ്രദ്ധിക്കട്ടെ. മീൻസ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. നീലാകാശ മണ്ഡലത്തിലെ ശുഷ്ക താരങ്ങൾ വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ, നിന്റെ നാട്ടിലെ നീല തുളസി കൊടിത്തോപ്പിൽ നിന്നും നീ തുള്ളി കൂട്ടും പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൽ ചെങ്കനൽ ചൂളക്കുള്ളിൽ നീട്ടിയ ചുണ്ണാമ്പുമായി താമ്പാളം നീട്ടിക്കൊണ്ടൊരു വെള്ളിത്തുമ്പിയെപ്പോലെ. എങ്ങനെയാണ്? അമ്പിളിത്താമ്പാളം നീട്ടിക്കൊണ്ട് തുമ്പിയെപ്പോലെ നിന്നു മാനത്തു നൃത്തം വെക്കും സ്വീകരിക്കാറുണ്ടെന്നതും ഞാനവ തിരക്കിട്ടു പോയി ചക്രവാളത്തിൽ നീട്ടിത്തുപ്പും. കാലമാണ് ആ വിശ്രമം പായുമെന്നശ്വം. ഓക്കെ, കാലമാണ് വിശ്രമം പായുമെന്നശ്വം. അശ്വം പറഞ്ഞാൽ കുതിര അല്ലേ? അശ്വം സ്നേഹജ്വാലയാണെന്നതിൽ കാണും ചൈതന്യം സനാതനം. ഇല്ലെനിക്കൊരിക്കലും മരണം തുറുങ്കുകൾ അടയ്ക്കാനാവില്ലെന്ന ഗോളങ്ങൾ എടുത്തു ഞാൻ പന്തടിക്കുമ്പോൾ, നാളങ്ങൾ കെടുത്തിയും കത്തിച്ചും രസിക്കുമ്പോൾ നീലാകാശ മേഖലകളിൽ നാളെ താരകെ നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. അല്ലേ? നിന്നെക്കൊണ്ട് നർത്തനം ചെയ്യിക്കും ഞാൻ. അപ്പോൾ ഇതാണ് നമ്മുടെ കവിത. വേണമെങ്കിൽ മിസ് ഒന്നും കൂടി വായിക്കുക അല്ലേ, ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പരിചയമാവണമല്ലോ. കുതിരപ്പുറത്തു ഞാൻ പാഞ്ഞു പോകുമ്പോൾ കയ്യിൽ കുതിറി തുള്ളി തുള്ളി ചാട്ടവാറിളക്കുമ്പോൾ നടുങ്ങിപ്പോകുന്നില്ലേ നിമിഷങ്ങളിൽ, കുളമ്പടികൾ പതിയുമ്പോൾ അണ്ടകടാഹങ്ങൾ കുതിരപ്പുറത്ത് നീലാകാശ മണ്ഡലത്തിലെ ശുഷ്ക താരങ്ങളും വിളറിയ നിൻമുഖം കാണട്ടെ ഞാൻ, നിന്റെ നാട്ടിലെ നീല തുളസിക്കടിത്തോപ്പിൽ നുള്ളിക്കൂട്ടും പിഞ്ചു വെറ്റിലകളും ചൊവ്വയിൽ വിളയുന്ന ചെമ്പഴുക്കയും വാനിൽ ചെങ്കനൽ ചൂളക്കുള്ളിൽ നീട്ടിയ ചുണ്ണാമ്പുമായി
കാലമാണ് വിശ്രമം പായുമെന്നെ അശ്വം. അപ്പൊ ഇതിൽ കുതിരപ്പുറവും അശ്വത്തിനെ പറ്റിയൊക്കെ പറയുന്നത് ആര്? എനിക്കു മരണമില്ല. അപ്പൊ നമുക്കറിയാം എനിക്ക് മരണമില്ല എന്ന് പറയണമെങ്കിൽ എന്തായിരിക്കും? കണ്ടോ, കാലമാണ് വിശ്രമം പറയുമെന്നെ അശ്വം, സ്നേഹജ്വാലയാണെന്നതിൽ